നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നത്തെ ട്രേഡ് ആക്ച്വലി ഇപ്പോൾ കഴിഞ്ഞു. കാരണം നമ്മൾ ഫസ്റ്റ് ആ വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിൻ്റെ വോയിസ് പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വോയിസ് അങ്ങോട്ട് ഓക്കെ ആയില്ലായിരുന്നു. വോയിസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സംസാരിച്ച സൗണ്ടൊന്നും അതിനകത്ത് കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ വിത്തൗട്ട് വോയിസ് തന്നെ ഇപ്പോൾ ഇത് ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുവാണ്. ഇത് കഴിഞ്ഞിട്ട് ആ ലൈവ് കാണണമെങ്കിൽ നമ്മൾ എൻട്രി എടുത്തൊക്കെ ലൈവായിട്ട് നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിന് ശേഷം വോയിസ് ഇല്ലാതെ തന്നെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് അടുത്ത ട്രേഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രേഡ് ബുക്കിൽ പോയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിന്ന് ബൈ ആണ് ചെയ്തത്. അത് സിപ്ലയിലാണ് ചെയ്തത്. അപ്പോൾ ബൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈസ് 1398 രൂപ 50 പൈസയിൽ വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്തു. അത് ടൈം വരുന്നത് 9:04 20 സെക്കൻഡ്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 20 സെക്കൻഡിൽ നമുക്ക് അവിടെ നല്ലൊരു പൊസിഷൻ കിട്ടിയത് കൊണ്ട് നമ്മൾ അവിടെ എടുത്തു. പിന്നെ നമ്മളത് സെല്ല് ചെയ്തത് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിരുന്നു നമ്മുടെ ടാർഗറ്റ്. അത് ഞാൻ ചാർട്ടിൽ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. അതായത് 1421 രൂപ 15 പൈസ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിനെ ഹിറ്റ് ചെയ്ത് മേളിൽ പോയപ്പോൾ അത് നല്ലൊരു റിസ്ക് റിവാർഡായിരുന്നു. 1:3 നമുക്കവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എക്സിറ്റ് എടുത്തു. അത് 9:17 എക്സിറ്റ് നമുക്ക് കിട്ടി. അപ്പോൾ 2 മിനിറ്റിൽ ഇന്നത്തെ ട്രേഡ് തീർന്നു. ആക്ച്വലി നമ്മളത് റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ വോയിസ് കിട്ടിയില്ല എന്നുള്ളതാണ് സംഭവിച്ച പ്രശ്നം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തത്. എൻട്രി എടുത്ത ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻഡലിൻ്റെ താഴത്ത് പ്ലസ് നമ്മൾ 0.5% ആണ് എല്ലായ്പ്പോഴും സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഇന്നും 7 രൂപ, അതായത് 0.5% നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചു. അത് ഈ എൻട്രി എടുത്ത ക്യാൻഡലിൻ്റെ താഴത്താണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് നമ്മളിവിടെ എൻട്രി എടുത്തത്. അപ്പോൾ ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അവിടുന്ന് താഴത്തേക്കാണ് പോയത്. പക്ഷേ മാർക്കറ്റിന് താഴേക്ക് പോകാനുള്ളൊരു താല്പര്യം കാണിക്കാതെ തിരിച്ച് റിജക്റ്റായി നമ്മുടെ സപ്പോർട്ട് ലൈനിന് മുകളിൽ കയറിയത് കൊണ്ട് നമ്മളവിടെ എൻട്രി എടുക്കുമായിരുന്നു. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഏതാണെന്ന് നോക്കും. അങ്ങോട്ടേക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് 1:2 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ 1:2 നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വരുന്ന റെസിസ്റ്റൻസിൽ നമുക്ക് ധൈര്യമായിട്ട് എക്സിറ്റ് എടുക്കാം. കാരണം അത് ബാക്കി എത്ര കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നെങ്കിലും അത് നമ്മുടെ പ്രശ്നമല്ല. നമുക്ക് മിനിമം 1:2 കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ. ഒപ്പം ഇതൊരു ഡേ ക്യാൻഡലിൻ്റെ ഒരു ട്രെൻഡ് ലൈനാണ് നിങ്ങളിവിടെ കാണുന്ന ഈ മഞ്ഞ ലൈൻ. അപ്പോൾ ഈ ഒരു ലൈനും ഒപ്പം നമ്മുടെ ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റും അവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് വലിയ രീതിയിൽ മാർക്കറ്റ് പോകില്ല എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സോ ഈ ഒരു ലൈൻ ഹിറ്റ് ചെയ്യുമ്പോൾ, ഈ നീല ലൈനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് എടുക്കാമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അതിവിടെ കാണുന്നത് പോലെ ആ നീല ലൈനിനെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ 1421 രൂപയിൽ വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് കിട്ടി. ആക്ച്വലി നമ്മൾ വെച്ച റിസ്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 7 രൂപയായിരുന്നു. 22 രൂപ 90 പൈസയാണ് നമുക്ക് ടാർഗറ്റ് കിട്ടിയത്. അതായത് 3 മേളിൽ 1:3ക്ക് മുകളിൽ നമുക്ക് ടാർഗറ്റ് അവിടെ കിട്ടി. നല്ലൊരു ട്രേഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ എക്സിറ്റ് എടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്വാണ്ടിറ്റി വെച്ച് തന്നെയാണ് ട്രേഡ് എടുത്തേക്കുന്നത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കണ്ട് പഠിക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാവും. അടുത്ത ആഴ്ച മുതൽ പടിപടിയായിട്ട് നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടാം എന്ന കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ട്രേഡ് ഇന്ന് എടുത്തതിൻ്റെ ലോജിക്ക്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇന്ന് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം മറ്റേ വീഡിയോ അതിനകത്ത് വോയിസ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും ലൈവായിട്ട് ചെയ്തതൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളതും കൂടെ ഒന്ന് ഇടുന്നുണ്ടാവും. ആവശ്യമുള്ളവർക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണിന്ന് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. 1.64% നമുക്ക് ടാർഗറ്റ് കിട്ടി. 1.64% എന്ന് പറയുമ്പോൾ നമ്മൾ എൻട്രി എടുക്കാനായിട്ട് ആക്ച്വലി കൊടുക്കേണ്ട തുക സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. 1400 രൂപയോളമാണ് സ്റ്റോക്കിൻ്റെ വിലയെങ്കിൽ
നമ്മൾ കൊടുക്കേണ്ടത്, അതായത് നമ്മുടെ മാർജിൻ റിക്വയർഡ് ആയിട്ടുള്ളത് 279 രൂപ മാത്രമാണ്. അതായത് ഇന്ന് ഈ കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് 22 രൂപ 90 പൈസ എന്ന് പറയുന്നത് 22 രൂപ 65 പൈസ, അത് നമുക്ക് കിട്ടിയേക്കുന്നത് ഈ 279 രൂപയ്ക്കാണ്. 279 രൂപയ്ക്ക് 22 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 8% മുകളിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒരു ദിവസം മിനിമം സ്റ്റോക്കിൻ്റെ പുറത്തൊരു നമ്മുടെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്നതിൻ്റെ പുറത്തൊരു 0.5% ആവറേജ് എവരിഡേ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് 200 ദിവസം നമ്മൾ ചെയ്യുമ്പോൾ ലോസ് എല്ലാം കഴിഞ്ഞിട്ട് ആവറേജ് ഒരു ദിവസം ഒരു 0.5 വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഇയർലി ഒരു 100% കിട്ടുമോ എന്നൊരു പരിശ്രമമാണ്. അത് നമുക്കറിയാൻ പാടില്ല കിട്ടുമോ കിട്ടൂല എന്നുള്ളത്. അപ്പോൾ ഒരു വർഷം ഒരു 100% കിട്ടുമെങ്കിൽ അത് നല്ലൊരു റിട്ടേൺ ആണല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. നമുക്ക് നോക്കാം കിട്ടുമെന്ന്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് അത് മാറുമായിരിക്കാം. എന്തായാലും നമുക്കത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ മറ്റേ വീഡിയോയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് അത് കാണാം. അതിനകത്ത് വോയിസ് ഉണ്ടാകത്തില്ല, ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു.